പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാക്കാണ്. നാക്കിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ മറ്റെല്ലാ ഇന്ദ്രിയങ്ങളെയും വളരെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയും. ഇന്ദ്രിയങ്ങളെ കുതിരകളായാണ് കഠോപനിഷത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്താണ് കുതിരയുടെ പ്രത്യേകത? അതിന് വളരെ വേഗത്തിൽ മുന്നോട്ട് കുതിക്കാൻ കഴിയും. എന്നാൽ അതിൻ്റെ വായിൽ ഒരു കടിഞ്ഞാണിട്ട് കഴിഞ്ഞാൽ അതിനെ വളരെ എളുപ്പം നിയന്ത്രിക്കാനും കഴിയും. ഇത്രയും വലിയ മൃഗത്തെ നിയന്ത്രിക്കുവാൻ ഒരു ചെറിയ കടിഞ്ഞാണിന് കഴിയുന്നതെങ്ങനെ? കുതിരയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വായാണ് പ്രധാനപ്പെട്ടത്. വായിൽ കടിഞ്ഞാണിട്ട് കഴിഞ്ഞാൽ ആ മൃഗം പൂർണ്ണമായും അതിന് വഴങ്ങുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും വായ, അതായത് നാക്ക് തന്നെയാണ് പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു ചെറിയ തീജ്വാല കൊണ്ട് ഒരുവന് തീപിടുത്തമുണ്ടാക്കാൻ കഴിയും. സംസാരശക്തിയും ഈ തീജ്വാല പോലെ തന്നെയാണ്. ആ അഗ്നി ഉപയോഗിച്ച് നമുക്ക് പലതും ചെയ്യാൻ കഴിയും. വാക്കും നാക്കും നിയന്ത്രണ വിധേയമാക്കിയാൽ നിങ്ങൾക്ക് ഈ ലോകത്തെ കീഴടക്കുവാനുള്ള കഴിവ് പോലും നേടിയെടുക്കാം. തൻ്റെ ഒരു ഗീതത്തിൽ നാക്കിനെ പുകഴ്ത്തിക്കൊണ്ട് ജയദേവൻ ഇങ്ങനെ പാടുന്നു: പരിശുദ്ധവും മധുരതരവുമായ നാക്കേ, അനാവശ്യ ഭാഷണങ്ങളിൽ ഏർപ്പെടാതെ ഗോവിന്ദ, ദാമോദര, മാധവ എന്നിങ്ങനെ ഈശ്വരനാമത്തെ വാഴ്ത്തുക.